അക്ഷയ ആൾക്കാർ വിചാരമുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആളുകൾക്ക് എപ്പോഴും ഫസ്റ്റ്ലി ഒരു നീഡ് എന്ന് പറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ അവർ പേഴ്സണൽ തിങ്സ്, അതായത് ഇപ്പോൾ മേ ബി അവർക്ക് ടൈമില്ലാത്തൊരു വിഷയമായിരിക്കും. മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വളരെയധികം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. എന്നിട്ടും കുറേ പേര് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സീക്ക് ചെയ്യാൻ വേണ്ടി ഹെസിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അൺടിൽ ഞാൻ ഒരു ഫസ്റ്റ് കൗൺസിലിംഗ് എടുക്കുന്നത് വരെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതൊരു വേഴ്സ് സിറ്റുവേഷനിൽ പോയി പിന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയ സമയത്ത് എനിക്കിട്ട് ചേഞ്ചസ് വന്നതിന് ശേഷമാണ് എനിക്കത് ഇമ്പോർട്ടൻസ് മനസ്സിലായുള്ളത്. ആൾക്കാർ വിചാരമുണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ ആൾക്കാർക്ക് പ്രാന്താണോ അല്ലെങ്കിൽ പ്രാന്താണെന്നുള്ളൊരു തോട്ടിലാണ് സൈക്കോളജിസ്റ്റിനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ എക്സാക്ട്ലി സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ പറഞ്ഞ് മനസ്സിലാക്കി നമുക്കതിനുള്ളൊരു അതിൽ ത്രൂ ഒരു തെറാപ്പി എന്നുള്ള രീതിയിലേക്കാണ് സൈക്കോളജിസ്റ്റ് എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മളെ പേഴ്സണലി ഉള്ള കാര്യങ്ങളൊക്കെ അയാളടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പം ചിലർക്കൊരു പേടി ഉണ്ടാവും, എന്താണ് അവിടെ ഷെയർ ചെയ്തത് വേറൊരാൾ അറിയുമോ, ഞാൻ അവിടെ പോയാൽ ശരിയാവോ, അവിടെ പോയത് ആരെങ്കിലും കണ്ടാൽ നാട്ടുകാരെന്താ വിചാരിക്കുക, അങ്ങനത്തെ ഒക്കെ കുറേ ഇഷ്യൂ ഉള്ളതിനെ കൊണ്ടായിരിക്കാം മേ ബി ആൾക്കാർ പോവാത്തത്. ഓക്കെ, സോ മേ ബി അവർക്ക് ടൈമില്ലാത്തൊരു വിഷയമായിരിക്കും. പല പല കാരണം കൊണ്ട് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഇത് പോയി നോക്കാനോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ടൈം അവർക്ക് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിണെന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിണെന്നുണ്ട് പറയുമ്പോൾ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആളുകൾക്ക് എപ്പോഴും ഫസ്റ്റ്ലി ഒരു നീഡ് എന്ന് പറഞ്ഞു കാണുന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ്, ഷെൽട്ടർ, ദെൻ നമ്മളൊരു ജോബ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡോക്ടർ ആണെങ്കിലും ബാക്കിയുള്ള ആരാണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. സോ അതൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കാം. കാരണം അവരുടെ അടുത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യും. പക്ഷെ എന്തുകൊണ്ടോ ചില ആളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അത് നമുക്ക് തുറന്നു പറയൽ അത്രയും ഓക്കെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും.